ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിറയുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇന്നും നമ്മോടുകൂടെ പാസ്റ്റർ അനീഷ് മനോജ് സ്റ്റീഫൻ അവറുകളുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ നമ്മോടുകൂടെ ആയിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ഞാൻ ഈ ദിനങ്ങളിലൊക്കെയും പാസ്റ്റർ അനീഷ് അവറുകളുടെ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഏറ്റവും അധികം കർത്താവിൻ്റെ ദാസൻ ഈ ദിവസങ്ങളിൽ പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ഗ്ലോറിയെക്കുറിച്ചാണ്, മഹത്വത്തെക്കുറിച്ചാണ്, തേജസ്സിനെക്കുറിച്ചാണ്. അതിനാൽ ഈ എപ്പിസോഡിൽ ഗഹനമാകുന്ന ചില ചിന്തകൾ നമുക്ക് ലഭ്യമാകുവാൻ പോകുന്നു. കർത്താവിൻ്റെ ദാസനെ തേജസ്സിനെക്കുറിച്ച് കൂടുതൽ കേൾക്കുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. പങ്കുവയ്ക്കുക. താങ്ക് യു പാസ്റ്റർ. വൺസ് അഗെയിൻ ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിൽ ജീസസ് റെയിൻസ് എന്ന പ്രോഗ്രാമിൽ നിങ്ങളുടെ കൂടി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എൻ്റെ എൽഡർ ബ്രദറായിട്ട് ഞാൻ കണക്കാക്കുകയും എന്നെ മെൻറ്റർ ചെയ്യുകയും ചെയ്യുന്ന പാസ്റ്റർ ഫിനി സ്റ്റീഫൻ്റെ കൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് സഹായിച്ചല്ലോ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമഹത്വം, ഗ്ലോറി ഓഫ് ഗാഡ്. പാസ്റ്റർ പറഞ്ഞതുപോലെ ചില വർഷങ്ങളായിട്ട് ദൈവമഹത്വത്തെക്കുറിച്ച് കർത്താവിൽ നിന്ന് കേൾക്കുവാനും അത് കർത്താവ് പറഞ്ഞു തരുന്ന അനുസരിച്ച് മറ്റു ചിലരോട് അത് പങ്കിടുവാനും കർത്താവ് സഹായിക്കുന്നു. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, 2 Thessalonians 2:14 ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു, ഹി ഹാസ് കോൾഡ് യു ബൈ അവർ ഗോസ്പെൽ ഫോർ ഒബ്റ്റൈനിങ് ഓഫ് ദ ഗ്ലോറി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. എന്നെ ഈ വാക്യം ഒത്തിരി ചിന്തിപ്പിച്ചു പാസ്റ്റർ. കാരണം ഞാൻ കഴിഞ്ഞ 36 ഇയേഴ്സായിട്ട് പാസ്റ്ററിൻ്റെ മകനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗോസ്പൽ പ്രീച്ച് ചെയ്യുന്നത് രക്ഷിക്കപ്പെടുവാനും രക്ഷിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കുവാനുമാണ് എന്നാണ് യോഹന്നാൻ 3:16. കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട്, പക്ഷെ പൗലോസ് അതിനിടയ്ക്ക് പറയുവാണ്, സുവിശേഷ നിമിത്തം നിങ്ങൾ തേജസ് പ്രാപിക്കണം, ഗ്ലോറി ഓഫ് ഗോഡിനെ ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് ചുമ്മാതെ കിട്ടുന്നില്ല, ഇറ്റേണൽ ലൈഫ് ഗിഫ്റ്റാന്ന് പഠിപ്പിക്കുന്നു. ഒബ്റ്റെയിൻ എന്ന വേർഡ് വരുമ്പോൾ, പ്രാപിക്കുക എന്ന് വരുമ്പോൾ, അത് എനിക്കും കൂടെ ഒരു പങ്ക് അതിൻ്റെ അകത്ത് ഉണ്ട്. പ്രത്യേകിച്ച് പാസ്റ്റർ ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിങ്ങിൻ്റെ അകത്ത് റിസീവ് എന്ന് പറയുമ്പോൾ, അത് റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നവർക്ക് മാത്രമേ അത് റിസീവ് ചെയ്യാൻ പ്രാപിക്കാൻ ഒക്കുന്ന പോലെ, ദർ ഇസ് എ പോർഷൻ ഇൻ ഒബ്റ്റെയിനിങ് ദ ഗോസ്പൽ. നിത്യജീവൻ രക്ഷിക്കപ്പെട്ടാൽ ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഞാനത് വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും, രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്കിനി വേണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ പോലും, വാഗൊണ്ട് പറഞ്ഞാൽ പോലും, കർത്താവ് അത് എന്നെ എങ്ങനെയെങ്കിലും കർത്താവ് നിത്യജീവൻ നൽകും. അപ്പോൾ ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു പാസ്. അപ്പോൾ ഈ ലോകത്തിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ, അത് നമുക്ക് മഹത്വം പ്രാപിപ്പാനാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഉൽപ്പത്തി 2:8 എന്നെ അധികം സ്പർശിച്ചൊരു വാക്യമാണ്. ഉൽപ്പത്തി 2:8 പറയുന്നു, ഇംഗ്ലീഷിൽ ഇങ്ങനെ പാസ്, ഗോഡ് ക്രിയേറ്റഡ് എ ഗാർഡൻ ഇൻ ഏഡൻ. ദൈവം ഒരു തോട്ടത്തെ ഉണ്ടാക്കി. അപ്പോൾ സൺഡേ സ്കൂളിൽ പഠിച്ചത് ഏതേൻ തോട്ടത്തെ ദൈവം ഉണ്ടാക്കിയതാണ്. പ്രസംഗങ്ങൾ മുഴുവൻ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഏതേനിൽ ദൈവം ഒരു തോട്ടത്തെ ഉണ്ടാക്കി. ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ എന്ന തോട്ടം ഉണ്ടാക്കുന്നതും ബാംഗ്ലൂരിൽ തോട്ടം ഉണ്ടാക്കിയെന്ന് പറയുന്നതും വളരെ രണ്ടും വ്യത്യസ്തമായ വേർഡ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഏതേൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു തോട്ടം ഉണ്ടാക്കുന്നു. ആ തോട്ടത്തിൻ്റെ അകത്ത് പുറത്തുണ്ടാക്കിയ മനുഷ്യനെ ദൈവം അകത്ത് കൊണ്ടുവയ്ക്കുന്നു, ഫെലോഷിപ്പിൻ്റെ അകത്ത്. അപ്പോൾ ഏതേൻ എന്ന വേർഡ് പഠിച്ചപ്പോൾ ദ ബ്യൂട്ടി ഓഫ് പെർഫെക്ഷൻ ഓഫ് യൂണിറ്റി, ബൈബിൾ കമൻറ്റേറ്റേഴ്സ് അതിനെ പറയുന്നതാണ് ദ റെലം ഓഫ് ഗ്ലോറി. ദൈവം വസിക്കുന്ന ആ ബ്യൂട്ടിഫുൾ റെലത്തിൻ്റെ അകത്താണ് യൂണിറ്റിയുടെ, പിതാവായ ദൈവം, പുത്രനായ കർത്താവായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവാം ദൈവം, ഇവർ തമ്മിലുള്ള യൂണിറ്റിയുടെ പെർഫെക്ഷൻ അകത്തുള്ള സൗന്ദര്യത്തിൻ്റെ അകത്തുള്ള സംഭവമാണ് റെലം ഓഫ് ഗ്ലോറി. അതിൻ്റെ അകത്തൊരു തോട്ടമുണ്ടാക്കുക. ഏതേനിൽ ദൈവം തോട്ടമുണ്ടാക്കി.
ആ റെലം ഓഫ് ഗ്ലോറിക്കകത്ത് മനുഷ്യന് വസിക്കാൻ, മനുഷ്യന് ദൈവത്തിൻ്റെ പൂർണ്ണതയ്ക്കകത്ത് കയറാറായിട്ടില്ല. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം മാത്രമേ നമുക്ക് എല്ലാവർക്കും പ്രവേശനമുള്ളൂ. അതിൻ്റെ അകത്ത് ആ ഒരു ഏരിയക്കകത്താണ് മനുഷ്യനെ വെച്ചത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നമ്മളൊക്കെ പറയുന്നത് പോലെ നരകത്തിൽ പോവുക അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. റോമർ 3:23 പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് നിത്യത നഷ്ടമാക്കിയെന്നല്ല, സ്വർഗം നഷ്ടമാക്കിയെന്നല്ല, നരകത്തിൽ പോവുക എന്നല്ല, ദൈവത്തിൻ്റെ തേജസ്സിനെ നഷ്ടമാക്കി. അപ്പോൾ ഗ്ലോറിക്കകത്തുണ്ടായിരുന്ന നമ്മെ സിൻ കാരണം ഗ്ലോറിക്ക് പുറത്തായി. അങ്ങനെങ്കിൽ ഗോസ്പലും ഹോളി സ്പിരിറ്റിൻ്റെ മിനിസ്ട്രിയിലൂടെ ആദ്യം നമുക്ക് തിരികെ ലഭിക്കേണ്ട ഒരു സിസ്റ്റമാണ് പാസ്റ്റർ ഗ്ലോറി. ഇതിലേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് കർത്താവ് ന്യൂ കവണന്റ് മിനിസ്ട്രിക്കകത്ത് എന്തൊക്കെ അനുവദിച്ചിട്ടുണ്ടോ അതിൻ്റെ ഫുൾനെസ്സിൽ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ പെർഫെക്ഷനിൽ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പാസ്റ്ററെ ഗ്ലോറിയെക്കുറിച്ച് പ്രസംഗിക്കാനും പറയുവാനും തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അത് പല സ്ഥലത്തും അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ്, അതൊരു പക്ഷേ കർത്താവിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാം. 90s അല്ലെങ്കിൽ 80s 90s പകുതി വരെ ഒരു ഫെയ്ത്ത് റെലമിൻ്റെ മൂവ്മെൻ്റ് ആയിരുന്നു. നമ്മൾ നോക്കുന്നത് ഏത് അപ്പോസ്റ്റലന്മാരെടുത്താലും അവരെല്ലാം ഓപ്പറേറ്റ് ചെയ്തത് അസാധാരണമായ വിശ്വാസത്തിലാണ്. സ്മിത്ത് വിഗിൾസ്വർത്ത്, ചാൾസ് ഫിന്നി, ബില്ലി ഗ്രഹാം പാസ്റ്റർ, അസാധാരണമായ വിശ്വാസത്തിലാണ്. ഒരു 90s പകുതി മുതൽ 2000s സ്റ്റാർട്ടിങ് വരെ അസാധാരണമായ അനോയിൻറ്റിങ് റലത്തിൻ്റെ അകത്താണ് ആഗോള സഭ ഓപ്പറേറ്റ് ചെയ്യുന്ന. അസൂസ റിവൈവൽ, പാസ്റ്റർ ബെന്നിഹിൻ്റെ മിനിസ്ട്രി, ഇപ്പോഴുള്ള ചെറുപ്പക്കാരുടെ മിനിസ്ട്രി. പക്ഷെ ഞാനിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് ഒരു ഷിഫ്റ്റ് നൽകി. ഫെയ്ത്ത് റലത്തിൻ്റെ ഹയർ പോർഷൻ ആയിരിക്കുന്ന അനോയിൻറ്റിങ്ങിലേക്കും, അനോയിൻറ്റിങ്ങിൽ നമ്മളെപ്പോഴും പറയുന്ന ഇരട്ടിപ്പങ്ക് അല്ലെങ്കിൽ ഒരു ഹയർ റലം ഓഫ് അനോയിൻറ്റിങ്ങിൻ്റെ ഗ്ലോറി റലത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സീസണിലേക്ക് ചർച്ചസ് കടക്കുവാണ് പാസ്റ്റർ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ വചനത്തിൽ നിന്ന് കിട്ടിയത്, കർത്താവ് യേശുക്രിസ്തു തിരികെ വരുന്നത് വിശ്വാസം മാത്രമുള്ളൊരു ചർച്ചിന് വേണ്ടിയല്ല, അഭിഷേകം മാത്രമുള്ളൊരു ചർച്ചിന് വേണ്ടിയല്ല. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു, ഹീ ഈസ് കമ്മിങ് ബാക്ക് ഫോർ എ ഗ്ലോറിയസ് ചർച്ച്. ബ്യൂട്ടിഫുൾ. തേജസ്സിനാൽ നിറഞ്ഞൊരു സഭ. അങ്ങനെങ്കിൽ പാസ്റ്റർ നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് അതല്ലേ? അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ചിന്ത 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന ഭാഗങ്ങളാണ്. 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തേജസ്സിനെ കുറിച്ച് പറയുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മിനിസ്ട്രി ഓഫ് റൈച്ചസ്നെസ് എക്സീഡ്സ് മച്ച് മോർ ഇൻ ഗ്ലോറി. നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും, ഈവൻ മോർ ഗ്ലോറിയസ് എന്ന്. അപ്പോൾ നീതിയുടെ ശുശ്രൂഷയല്ലേ കർത്താവ് വെളിപ്പെടുത്തിയത്, നിരപ്പിൻ്റെ ശുശ്രൂഷയല്ലേ കർത്താവ് വെളിപ്പെടുത്തിയത്. കർത്താവിൻ്റെ മിനിസ്ട്രി ഗ്ലോറി ആയിരുന്നു. പക്ഷെ അത് തിരിച്ചറിയാൻ നമ്മൾ ഫെയ്ത്തിൽ വന്നു. ഫെയ്ത്ത് റലത്തിൽ നമ്മൾ അനോയിൻറ്റിംഗ് റലത്തിൽ വന്നു. അനോയിൻറ്റിംഗ് റലത്തിൽ നിന്നും ഈ ഒരു കാലഘട്ടം ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർ, കർത്താവിൻ്റെ വരവ് വേഗം അടുത്തിരിക്കും. നമ്മളെപ്പോഴും പറയുന്നത് പോലെയല്ല ഇപ്പോൾ. കാരണം ഭയങ്കരമായിട്ട് ടെക്നോളജി മാറി, കമ്മ്യൂണിക്കേഷൻ്റെ സ്പീഡ് കൂടിയത് കൊണ്ട് തന്നെ ഗോസ്പൽ വേഗം ലോകമെമ്പാടും എത്തും. യേശു വേഗം വരും. അതിന് തൊട്ടു മുൻപേ ഐ എം ബിലീവിങ് ഓൾ ദ ചർച്ചസ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ സിംഗിൾ ബോഡി ആകുന്ന ചർച്ചിനെ പരിശുദ്ധാത്മാവാം ദൈവം ഗ്ലോറിയസ് ആക്കും പാസ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ ആ ശുശ്രൂഷ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറിയെക്കുറിച്ച് ശുശ്രൂഷിക്കുവാൻ തുടങ്ങിയപ്പോൾ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഗ്ലോറി ഓഫ് ഗാഡ്, അതിനെക്കുറിച്ച് എങ്ങനെ വിശദീകരിക്കുവാൻ കഴിയും? ഞാൻ ആദ്യമായിട്ട് ഈ ഗ്ലോറിയുടെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആക്ച്വലി എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ആ സമയത്ത് ഞാനും പാസ്റ്റർ ഫിന്നിയും ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ ഒരു കോൺഫറൻസിന് പോയി. ആ കോൺഫറൻസിൽ അസാധാരണമായിട്ട് അമേരിക്കയിൽ നിന്ന് വന്നൊരു ദൈവദാസൻ അപ്പോസ്റ്റൽ ഗിയർമോ മെൽഡനാണ് ശുശ്രൂഷിച്ചു. ആ കോൺഫറൻസിൽ ഏകദേശം 6000 പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഡേ 70 പേരെ വിളിച്ച് ഒരു ചെറിയ റൂമിൽ, പാസ്റ്റർ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഗ്രീൻ റൂമിൽ നമ്മളെ കൊണ്ടുപോയി ഇരുത്തി. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലിരുന്നു. ഈ ദൈവദാസൻ വന്ന് ശുശ്രൂഷിച്ച് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, ഇഫ് യു ബിലീവ് ദിസ് സൺഡേ യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗാഡ്. ആമേൻ. അപ്പോൾ കേരളത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടൊരു ദൈവദാസൻ്റെ മകനെന്ന നിലയിൽ എല്ലാവരും പറയുന്നൊരു ദൂതല്ലയോ, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും എന്നുള്ളത്. അതിൻ്റെ തൊട്ടുപുറകെ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞു. ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ടെലിവിഷൻ ചാനലിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിനൊക്കെ ഭയങ്കര ആവേശഭരിതനായി ആമേനും സ്തോത്രമൊക്കെ പറഞ്ഞു. അന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ ഗ്ലോറിയുടെ വാല്യൂ. എനിവേ ആ സൺഡേ തിരിച്ച് ബാംഗ്ലൂരിൽ വന്നു. ബാംഗ്ലൂർ ഞാൻ വർഷിപ്പ് ചെയ്യണം, വർഷിപ്പ് നിർത്താൻ പറ്റുന്നില്ല.
എൻ്റെ ഡാഡി ഒരു പാസ്റ്റർ ആയിരുന്നു. ഡാഡി എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വചനം പ്രസംഗിക്കാതെ ഒരു ശുശ്രൂഷ ഉണ്ടായിരിക്കരുത് നിനക്ക്, എല്ലാം ബാലൻസ്ഡ് ആയിട്ട് ചെയ്യണം. എനിക്ക് പ്രസംഗിക്കണം എന്നറിയാം, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. ആരാധന 1:30 വരെ പോയി. ചർച്ചിൽ അന്ന് 70 പേരുള്ളൂ. 70 പേരും താഴെ വീണു. നമ്മുടെയൊക്കെ മീറ്റിങ്ങിൽ, എൻ്റെ മീറ്റിങ്ങിലൊക്കെ 2-3 പേരൊക്കെ അതിന് മുന്നേ വീണുകൊണ്ടിരുന്നു. പക്ഷേ 70 പേരും താഴെ വീഴുന്നത് ആദ്യമായിട്ടാണ്. സോ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു നോ വാട്ട് ഹാപ്പൻ. അങ്ങനെ ഞാൻ ടെസ്റ്റ് മണിക്ക് ടൈം കൊടുത്തു. എല്ലാവരും ടെസ്റ്റ് മണി പറഞ്ഞു. ഏറ്റവും അവസാനം ക്യാമറ എടുത്തുകൊണ്ടിരുന്ന മകൻ, കന്നഡക്കാരനായ തോമസ്, ടെസ്റ്റ് മണി പറയുക. അദ്ദേഹം മൈക്ക് എടുത്ത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. ഐ സോ ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറയുകയും അദ്ദേഹം പുറകോട്ട് മറിഞ്ഞടിച്ചങ്ങ് വീണു. അദ്ദേഹം വീണ ഉടനെ ഞാൻ കേൾക്കുന്നൊരു ശബ്ദം, ഞാൻ കണ്ണു തുറന്ന് നിൽക്കുവാണ്. ഞാനൊരു വിഷനല്ല, പ്രാർത്ഥനാ മനോഭാവത്തിലല്ല, ഞാൻ ഒരു ടെസ്റ്റ് മണി നടത്തിക്കൊണ്ടിരിക്കുക ആസ് എ പാസ്. ഞാൻ സ്റ്റേജില്ല. ഞാൻ കേൾക്കുന്ന ശബ്ദം ഹെയിൽ സ്റ്റോൺസ് വീഴുക, ആലിപ്പഴം വീഴുകയാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ കേരളത്തിൽ ട്രിവാൻഡ്രത്തൊക്കെ അങ്ങനെ പറയും, കുറുക്കൻ്റെ കല്യാണം. അപ്പോൾ നല്ല വെയിലത്ത് മഴ പെയ്താൽ കുറുക്കൻ്റെ കല്യാണമാണ് ട്രിവാൻഡ്രത്ത് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ബാംഗ്ലൂരിൽ ഹെയിൽ സ്റ്റോൺസ് വീഴും. ഞാൻ പുറത്തേക്ക് ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോൾ മഴയില്ല, വെയിലില്ല, ഹെയിൽ സ്റ്റോൺസ് ഇല്ല. അപ്പോൾ ഞാൻ ഓർത്തു ICICI ബാങ്കിൻ്റെ മുകളിലായതുകൊണ്ട് ഓണർ എങ്ങാനും വല്ല ബിൽഡിംഗ് പണി ചെയ്യുമായിരിക്കും. ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭൂമി കുലുങ്ങുക. ഇതെൻ്റെ ഒരു ഫീലിംഗ് അല്ല പാസ്റ്റർ, ഇത് യഥാർത്ഥത്തിൽ കുലുങ്ങുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ബാംഗ്ലൂരിൽ ഭൂമി കുലുങ്ങിയ സൗണ്ട് ഞാൻ ആദ്യം കേട്ടത്. എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് മഹത്വമല്ല, മരണമാണ്. ഇപ്പോൾ മരിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ 2 കാര്യത്തിൽ എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ മമ്മി പണ്ട് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീണാൽ സ്വർഗത്തിൽ സ്പെഷ്യൽ സീറ്റ് അവർക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്, പാവമൊന്നുമില്ല, നല്ല ദൈവത്തെ അല്ലെങ്കിൽ ഒരു അനോയിൻറ്റിങ്ങിൻ്റെ അത് നിൽക്കുമ്പോഴാണ് മരിക്കുന്നത്. 2, ഞാൻ ഒറ്റയ്ക്കല്ല മരിക്കുന്നത്, ചർച്ചിൽ 70 പേരും മരിക്കും. ഒരു ടൂർ പോകുന്നത് പോലെ നമ്മൾ നിത്യതയിലേക്ക് പോവുകയാണെന്ന് ഓർത്ത് ഞാൻ ആശ്വസിക്കാം. അപ്പോൾ ഇതിന് മുന്നേ 2 പ്രാവശ്യം ഞാൻ എർത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഒന്ന് എൻ്റെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ അമേരിക്കയിലും, 2 ഡൽഹിയിൽ പാസ്റ്റർ ചാണ്ടി വർഗീസിൻ്റെ കൂടെ ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഭൂമി കുലുങ്ങുക. ഞാൻ വിചാരിക്കുക മരിക്കും. അങ്ങനെ മരിക്കുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ബോംബ് ബ്ലാസ്റ്റ് പോലെ ഒരു സൗണ്ട് കേൾക്കുന്നു. ഞങ്ങളുടെ ചർച്ചിൽ ഒന്ന് വെട്രിഫൈഡ് 2x2 ടൈൽസാണ്. ആ വീണ് കിടന്ന ക്യാമറമാൻ്റെ കാൽപാദത്തിൻ്റെ ഇപ്പുറയുള്ള ടൈല് ഇങ്ങനെ അല്പം പൊങ്ങി ഇളകി മാറിയിരുന്നു. ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് കഴിഞ്ഞ് ആരും ഇങ്ങനെ നടന്നു വരുന്ന പോലെ എനിക്ക് തോന്നുക. ഞാൻ ആരെയും കാണുന്നില്ല, പക്ഷെ ഒരു വലിയ മനുഷ്യൻ നടക്കുന്ന പോലെ എനിക്ക് തോന്നുക. അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ കാല് വയ്ക്കുമ്പോൾ ഉടനെ ടപ്പ് 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 ടൈൽസ് ഓരോന്നോരോന്നായിട്ട് ഇളകുകയാണ്. ഇങ്ങനെ നടന്ന് എൻ്റെ അടുക്കിലേക്ക് വരും. ഞാനിങ്ങനെ പുറകോട്ട് വീഴുന്നു. ഞാൻ പോഡിയത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. എന്നിലൂടെ ഇങ്ങനെ കയറി പുറകോട്ടങ്ങ് ആ വലിയ മനുഷ്യൻ പോയതുപോലെ എനിക്ക് തോന്നി. പിൻ ഡ്രോപ്പ് സൈലൻസ് പാസ്റ്റർ ചർച്ചിൽ. കീബോർഡില്ല, മ്യൂസിക്കില്ല, ഒന്നുമില്ലാതിരിക്കപ്പെടാം. ടെസ്റ്റ് മണി പറയുമ്പോഴാണ് സംഭവിക്കുന്നത്. ഭയങ്കര സമാധാനം, ഭയങ്കര പ്രസൻസ്. നമ്മൾ ഇതുവരെ നമുക്ക് മ്യൂസിക്കും പാട്ടും ഒക്കെ കിട്ടി അനുഭവിക്കുന്നതിനേക്കാളും അപ്പുറം ഒരു കാര്യം എങ്ങനെ സംഭവിക്കുന്നു. ഇതൊരു വിസിബിൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗാഡ്സ് ഗ്ലോറിയാണ്. അപ്പോസ്തലപ്രവൃത്തിയിൽ 4:31 അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സ്ഥലം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ കുലുങ്ങി. ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ വെയിറ്റ് കാരണം, അതിന് ഫിസിക്കൽ സ്പിരിച്വൽ വെയിറ്റ് ഉണ്ട്. കാരണം ബൈബിളിൽ അതിൻ്റെ എക്സാമ്പിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ഫിസിക്കൽ വെയിറ്റ് ഉണ്ടെന്നും പറഞ്ഞത്. ശലോമോൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ നിൽക്കാൻ പറ്റിയില്ല, പൗലോസ് താഴെ വീഴുന്നു. ഫിസിക്കൽ വെയിറ്റ് ഉള്ളതുകൊണ്ടല്ലയോ പാസ്റ്റർ അവരൊക്കെ താഴെ വീഴും. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് നമ്മൾ വീഴുമല്ലോ. ആ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ചർച്ചിലുണ്ടായി. അതിൽ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് ഇത് ഗ്ലോറി ആയിരുന്നു. 22 ടൈൽസ് ഇളകി വന്നു. ഒരെണ്ണം പോലും ക്രാക്കായില്ല, പൊട്ടിയിട്ടില്ല, ഇളകി വരിക. സിവിൽ എഞ്ചിനീയേഴ്സിന് ഞാൻ ഒത്തിരി പേർക്ക് അയച്ചു. ഞങ്ങളുടെ ചർച്ചിൽ നടക്കുമ്പോൾ നല്ല ക്വാളിഫൈഡ് സിവിൽ എഞ്ചിനീയർ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ വരത്തില്ല, ലേ ചെയ്ത ടൈൽസ് ഇങ്ങനെ വരത്തില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പെട്ടെന്ന് പറഞ്ഞു, പാസ്റ്ററെ വെളിപ്പാട് പുസ്തകം 11:19 ചർച്ചയിൽ സംഭവിച്ചത്. സ്വർഗം തുറന്നു, ദൈവത്തിൻ്റെ പെട്ടകം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ പെട്ടകം ദൈവത്തിൻ്റെ പ്രസൻസിനെ കാണിക്കുമായിരുന്നല്ലോ, മഹത്വത്തെ കാണിക്കുമായിരുന്നല്ലോ. അവിടെ വലിയൊരു ഇടിമുഴക്കുന്നതിൻ്റെ സൗണ്ട്, വലിയ ഭൂകമ്പം, വലിയ കൽമഴ, ഗ്രേറ്റ് ഹെയിൽ സ്റ്റോൺ എന്നെഴുതി. റെവലേഷൻസ് 11:19 11:19 അങ്ങനെ ഒരു വചനം അവർ വായിച്ച് പെട്ടെന്ന് പറയുക. അപ്പോൾ എനിക്ക് തോന്നാൻ തുടങ്ങി, ഈ ദേവദാസൻ പറഞ്ഞാൽ ഇഫ് യു ബിലീവ്. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവൻ്റെ നിയമപെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ഇതിൽ മിന്നൽ ഒഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങളുടെ ചർച്ചിലുണ്ടായി പാസ്റ്റർ. ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. പക്ഷെ ഇത് പ്രൂവ് ചെയ്യണം, ഇത് കർത്താവിൽ നിന്നാന്നുള്ളത്. നമുക്കങ്ങനെ വെറുതെ ഒരു
ഒരു ഊഹാബോഹത്തോടു കൂടി ഇത് ഗ്ലോറിയാന്ന് പറയാനൊക്കത്തില്ല. ഇത് സംഭവിക്കും. എൻ്റെ കാലിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡീഫോമിറ്റി ഉള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു. മല്ലപ്പള്ളിക്കാരനായ ജോജിയുടെ മകൻ ജോണതൻ. അവൻ്റെ സ്പൈനൽ കോഡിൻ്റെ നീളം കാരണം അവന് ബാക്ക് ബോണിന് നീളം കൊണ്ട് അവൻ കയ്യിൽ ഇങ്ങനെ എടുത്ത് ഇരിക്കത്തില്ല, ഇങ്ങനെ അങ്ങ് വീണു. 1.5 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് അവൻ ചർച്ചിൽ ഇങ്ങനെ എഴയും. അവൻ്റെ സ്പെഷ്യൽ ഷൂ ഒക്കെ ഉണ്ട്. അവൻ ചർച്ചിൽ എഴയാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അവൻ എഴഞ്ഞ് ഇത് സംഭവിക്കും. എൻ്റെ കാലിൽ അവൻ പിടിച്ചിരിക്കുക. പക്ഷേ ഇന്ന് അവൻ 10 വയസ്സുണ്ട്. അവനെപ്പോലെ സ്പീഡുള്ളൊരു പയ്യൻ, സൗഖ്യമായി. ആരും പ്രാർത്ഥിക്കാതെ കർത്താവിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ ഇംപെർഫെക്ഷൻ മാറി പെർഫെക്ഷൻ വന്നു. ഗ്ലോറി വെളിപ്പെട്ടപ്പോൾ സൗഖ്യം സംഭവിച്ചു. ഏതേതിൻ്റെ അകത്ത് പെർഫെക്ഷനാണ്. ദ ബ്യൂട്ടി ആൻഡ് പെർഫെക്ഷൻ ആൻഡ് യൂണിറ്റി. അപ്പോൾ ഇല്ലാതിരുന്നൊരു സാധനത്തെ ദൈവം സൃഷ്ടിച്ചു. ആ വീട് കിടന്ന് തോമസ് ഇന്ന് അദ്ദേഹം ബാംഗ്ലൂരിൽ ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ, ഒരു ക്യാമറക്കാരൻ, ഒരു മീഡിയ എടുക്കുന്നയാൾ. നമ്മുടെയൊക്കെ എത്ര ചർച്ചസിൽ അല്ലെങ്കിൽ എത്ര കൂട്ടായ്മയുള്ള ക്യാമറക്കാർ പാസ്റ്റർമാരാകുന്നത് വളരെ വിരളമായിരിക്കുമല്ലോ. അവർ ആ പ്രൊഫഷനിൽ വരുന്നുണ്ട്. പക്ഷെ ഗ്ലോറി വന്നപ്പോൾ ആ മകൻ്റെ ഡെസ്റ്റിനി മാറി. ആ ജോജിയും ജൂബിയും ഇന്നെൻ്റെ ചർച്ചിൽ ഏറ്റവും ശക്തരായ പാസ്റ്റേഴ്സായി. ഇതിൻ്റെ ജീൻ എന്നൊരു മകളുണ്ടായിരുന്നു. ആ മകളെ ചെറുപ്പത്തിൽ ആഫ്രിക്ക എന്നൊരു ശബ്ദം ഇതിൻ്റെ അകത്ത് കേൾക്കുന്നു. നിന്നെ അയക്കുന്നതിന് മുൻപേ നിന്റെ പാസ്റ്ററിനെ ഞാൻ ആഫ്രിക്കയിൽ അയക്കും. ഇത് 2016 പറയുന്നു. 17-18 കാലഘട്ടത്തിലാണ് പാസ്റ്ററിനെ വിളിക്കുന്നതും പാസ്റ്ററിനെ ആഫ്രിക്കയിൽ നമ്മൾ ഒരുമിച്ച് പോകുന്നതും. അപ്പോൾ ഈ സൈൻസ് എല്ലാം കാണുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. ഞങ്ങളുടെ ബിൽഡിങ്ങിന് താങ്ങാൻ പറ്റിയില്ല. ഞങ്ങളുടെ ഉള്ളിൽ ചേഞ്ചായി, ഞങ്ങളുടെ മിനിസ്ട്രി ചേഞ്ചായി. ഈ സംഭവം MA വർഗീസ് അങ്കിളുടെ അടുത്ത് എത്തുന്നു. ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ ഒരു ചെറിയ ചർച്ചിൻ്റെ പാസ്റ്റർ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മലയാളം കോൺഗ്രിഗേഷനിൽ പ്രസംഗിക്കുന്നു. ആ ദൈവദാസന്മാരോട് നല്ല ബന്ധങ്ങൾ ദൈവം തരുന്നു. കഴിഞ്ഞ സൺഡേയും ഞങ്ങൾക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കും. ദൈവം കൃപ നൽകി. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളായിട്ട് മിനിസ്ട്രി പ്രൂവ് ചെയ്യേണ്ട. നമ്മളായിട്ട് ഇപ്പോൾ ഒത്തിരി ചെറുപ്പക്കാരൊരു സ്ട്രെയിൻ എടുത്ത് എഫർട്ട് എടുത്ത് അവരുടെ മേലുള്ള കോളിങ്ങിനെയും മിനിസ്ട്രിയെയും പ്രൂവ് ചെയ്യുന്നതിനേക്കാളും അധികം ദൈവം തെളിവ് കൊടുക്കും. ഗ്ലോറി മാനിഫെസ്റ്റേഷൻ റലത്തിലേക്ക് കയറിയാൽ വളരെ ഈസി മിനിസ്ട്രിയായി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ആ മഹത്വം നമ്മുടെ മേലുള്ള ശുശ്രൂഷയെ അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കും. Amen, amen, amen. Glorious. Hallelujah. So പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഗ്ലോറി പർവ്വതത്തിൻ്റെ മുകളിൽ ഇറങ്ങുന്നു. അതിന് സമാനമായിട്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അവിടെയും ഒരു ഗ്ലോറി മാനിഫെസ്റ്റേഷനാണ് സംഭവിക്കുന്നത്. ഈവൻ ഏലിയാവ് ഹോരേബ് പർവ്വതത്തിലായിരുന്ന സന്ദർഭത്തിൽ അവിടെയും ചില മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റേഷൻസ്, ഗ്ലോറി പ്രകടമാകുമ്പോൾ അതിന് തെളിവ് കൊടുക്കുവാൻ വേണ്ടി ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻസും സംഭവിക്കുമെന്നാണ് കർത്താവിൻ്റെ ദാസൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഈ ഗ്ലോറി ഒരാളിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ പല മേഖലകളിലും ഡ്യൂറബിലിറ്റി ഉണ്ടാകത്തില്ലേ? ഈവൻ മനുഷ്യൻ്റെ ആയുസ്സിന് പോലും ക്വാളിറ്റി ഉണ്ടാകത്തില്ലേ? ആയുസ് പാസ്റ്റേ, നമ്മളൊക്കെ 120 വയസ്സ് വരെ ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗാഡ്സ് ഗ്ലോറി. പക്ഷേ ഗ്ലോറി എന്ന് പറയുന്നത് നമ്മുടെ എൻവിറോൺമെൻറ്റാണ്, നമ്മെ സൃഷ്ടിച്ച എൻവിറോൺമെൻറ്റാണ്. ഇപ്പം ഒരു മത്സ്യം, അതിന് ദൈവം സൃഷ്ടിച്ചത് കടലിലോ റിവറിലോ ഒക്കെ ആയിരിക്കാനാണ്. അതിനെ നമ്മുടെ ടാങ്കിലിട്ടാലും വളരും പാസ്റ്റർ. അത് ഇറ്റ് ക്യാൻ റീപ്രൊഡ്യൂസ്, ഇറ്റ് ക്യാൻ ബെയർ ചിൽഡ്രൻ. പറഞ്ഞിരിക്കുന്ന എല്ലാം നിവൃത്തിയാണ്, ഭക്ഷണമൊക്കെ കഴിക്കും. But it will never live the lifespan for which God created it. And it will never live the life to the fullest dimensions that God created. ഇതുപോലെ ആയിപ്പോയി മനുഷ്യൻ. നമ്മെ ദൈവം തേജസ്സിൻ്റെ അകത്ത് ജീവിക്കാനാണ് ദൈവം സൃഷ്ടിച്ചത്. ഞാനത് സ്റ്റഡി ചെയ്തപ്പോൾ പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഗ്ലോറിയെക്കുറിച്ച് മനസ്സിലാക്കിയത് മോസസാണ്. പൗലോസ് എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ എഴുതുന്നത്, ആൻഡ് ഡെത്ത് റെയിൻഡ് ഫ്രം ആഡം ടിൽ മോസസ്. എന്തുകൊണ്ടത് ജീസസ് എന്ന് വന്നില്ല? അപ്പം മരണത്തെ ജയിക്കാൻ പറ്റുന്നൊരു റെവലേഷൻ. ഓഫ് കോഴ്സ് തിയോളജിക്കലി നമുക്ക് ഒത്തിരി ലീഗൽ സിസ്റ്റംസ് അതിൻ്റെ പുറകിൽ പറയാൻ പറ്റും, ലോ പറയാം. ഓഫ് കോഴ്സ് ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. ബട്ട് ഡെത്ത് റെയിൻ ആകാത്ത ഒരാളായിരുന്നല്ലോ മോസസ്. കാരണം അദ്ദേഹം എങ്ങനെയാണ് ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിൽ വരുന്നത്. അപ്പോൾ മോസസിൻ്റെ ലൈഫ് ഞാൻ സ്റ്റഡി ചെയ്തപ്പോൾ ഡെത്ത് റെയിൻ ഫ്രം ആഡം ടിൽ മോസസ്. ഗ്ലോറിയെക്കുറിച്ച് റെവലേഷൻ കിട്ടിയപ്പോൾ ഡെത്തിൻ്റെ ശക്തി പോവുകയാണ്. അപ്പോൾ ഞാൻ മോസസിൻ്റെ ലൈഫിനെ കുറിച്ച് പഠിച്ചു.
മോസസിനെ നമ്മളൊക്കെ നെഗറ്റീവായിട്ട് പറയുന്നത് പാവം ഇത്രയും ദൂരം വന്നിട്ട് പുള്ളി എന്നാലും നമ്മുടെ കർത്താവ് കയറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയാറുണ്ട്. ഞാനൊക്കെ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട് പാസ്റ്റർ, എൻ്റെ ചെറുപ്പത്തിൽ അറിവില്ലായ്മയുടെ കാലഘട്ടം. പാസ്റ്റർ അദ്ദേഹം അനുഭവിച്ച ഗ്ലോറി അതിൻ്റെ അകത്ത് കാനാൻ ദേശം ഒന്നുമല്ലാതായി തീർന്നു. ഇപ്പോൾ നമ്മളൊക്കെ നല്ല ഐഫോൺസ് ഇപ്പോൾ കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നോക്കിയ 3310 കൊണ്ട് തന്നാൽ ആരും എടുക്കുകയല്ല, ആരും എടുക്കത്തില്ല പാസ്റ്റർ. ഈ മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് 10 times he ascended into Mount Sinai. അത് that's itself is a beautiful study. അവിടെ ദൈവം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാ, എനിക്ക് നിന്നെ അറിയാം. അത് നമുക്ക് അതിശയോക്തിയൊന്നുമില്ല, ദൈവത്തെ നമ്മളറിയാം. പക്ഷെ ഫസ്റ്റ് ടൈം ഗോഡ് സെഡ് നിനക്ക് എന്നെ അറിയാം. പക്ഷെ ഹോശിയാവില് 2:19 മുതലാണ് എൻ്റെ ഓർമ്മ. അവിടെ ദൈവം പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ നിന്നെ എന്നേക്കും നിന്നെ വിവാഹം നിശ്ചയിക്കുകയാണ്. സഭയെക്കുറിച്ചുള്ള പ്രൊഫറ്റിക്കൽ വേർഡാണ്. അത് വിശ്വസ്തത കൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞാൽ നിന്നെ വിവാഹം നിശ്ചയം കഴിക്കുന്നതിന് നീ എന്നെ അറിയാൻ വേണ്ടിയിട്ടാണ്. പൗലോസ് പറയുന്നുണ്ട് ഐ വോണ്ട് ടു നോ യു. ആദ്യമായിട്ട് ദൈവം പറഞ്ഞു നിനക്ക് എന്നെ അറിയാം. ആ റെലം ഓപ്പണായി, ആ റെലം ഓപ്പണായി. ഇനി നമ്മൾ പറയുന്ന ആർഗ്യുമെന്റ് അദ്ദേഹം വാഗ്ദത്ത ദേശത്ത് പോയിട്ടില്ല. പക്ഷെ നമ്മൾ സ്റ്റഡി ചെയ്ത് നോക്കിയാൽ മോശയെ ഒരു മലയുടെ മുകളിലേക്ക് കയറ്റി നിർത്തി. ആ മലയുടെ മുകളിൽ കയറ്റി ദൈവം പറയുവാണ്, ലുക്ക് ടു യുവർ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ദിസ് ഇസ് ദ പ്രോമിസ്ഡ് ലാൻഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗിവ് യു. എൻ്റെ എഞ്ചിനീയറിംഗ് ബുദ്ധിയിൽ ഞാൻ ചോദിക്കുക, വിച്ച് ഇസ് ദ പോയിന്റ് that you can find out on an XY angle and you can be watching all the 4 places in an equidistant, then it should be in the center of that place. Pass അല്ലെങ്കിൽ മുന്നോട്ട് നോക്കാനല്ലേ പറയത്തുള്ളൂ. If you can study that word, it is very interesting. 4 dimensions ദൈവം പറയുന്നുണ്ട്. So I am believing കേറിയ മല ഒന്നായിരിക്കും, പക്ഷെ ഗ്ലോറിക്കകത്ത് ജീവിക്കുന്ന മനുഷ്യന് 4 dimension കാണുക മാത്രമല്ല പാസ്റ്റർ, he would have seen how Israelites would live their life. Because ഇതിൻ്റെ റിവേഴ്സ് നമുക്ക് പോകാം. Who wrote about Adam? Who wrote about Cain? Where did he get all these inputs? മോസസ് ആയിരുന്നു. അപ്പോൾ മോസസിന് ഗ്ലോറിക്കകത്ത് ഓൾറെഡി ദൈവം ഒരു സിസ്റ്റം കൊടുത്തിരിക്കുക, സകലത്തെയും അറിയാൻ കഴിയുന്ന സിസ്റ്റം, കാണാൻ കഴിയുക. ഹീസ് ലിവിങ് ഇൻസൈഡ് ദാറ്റ്. നമ്മൾ ഏതൻ തോട്ടം കണ്ടു, ഹീസ് ലിവിങ് ആസ് എ തേർഡ് പേഴ്സൺ ഇൻസൈഡ് ദാറ്റ് സിസ്റ്റം. ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അയ്യോ പാവം, അദ്ദേഹത്തെ വാഗ്ദത്ത ദേശത്ത് കർത്താവ് കയറ്റിയില്ല. ഗോഡ് വാസ് സോ ഇൻവോൾവ്. ഫസ്റ്റ് ടൈം ആ പാസ്റ്റർ ഒരു ഡെത്തിന്റെ അകത്ത് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. വാട്ട് ആർ വി ടോക്കിംഗ്? ഹൗ ക്യാൻ ഇറ്റ് ബി എ നെഗറ്റീവ് തിങ്? ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ ആർക്കേഞ്ചൽ വന്ന് വാദിക്കുകയാണ് ബോഡിക്ക് വേണ്ടി. ഈ ബോഡിയെ മരിക്കാൻ അല്ലെങ്കിൽ ജീർണിച്ചു പോകാൻ സംഭവിക്കാത്തൊരു ഡെത്തിനെ ഓവർടേക്ക് ചെയ്ത മനുഷ്യൻ. So I am believing something unusual, very strange happened with him. God preserved him in a very special zone until the resurrection of Lord Jesus Christ to manifest him. അപ്പോൾ ആ റലത്തിൽ അദ്ദേഹം ജീവിച്ചത്. അങ്ങനെ അദ്ദേഹം എഴുതിയ സങ്കീർത്തനമാണ് 90 പറഞ്ഞു 70 ഏറെയായാൽ 80. അത് മുഴുവൻ പ്രയാസം. 91 തുടക്കം എന്തോ പാസ്റ്റർ, അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ ഈ പ്രസൻസിൻ്റെ ഹയർ ഡയമെൻഷനുള്ള ഗ്ലോറി നമ്മൾ പറയുന്നത്. പ്രസൻസിൻ്റെ അകത്ത് വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസാനം എഴുതിയിരിക്കുന്നു, ദീർഘായുസ് കൊണ്ട് ഞാൻ നിന്നെ തൃപ്തി വരുത്തും. പക്ഷേ തൃപ്തി വരിക എന്നുള്ളത് എൻ്റെ ബാലിശമായ അണ്ടർസ്റ്റാൻഡിങ്. മതി 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 എന്ന് പറയുന്നത് വരെ ജീവിക്കാൻ പറ്റും. Amen. Hallelujah. Glory to Jesus. Amen. Hallelujah. Amen. അത്ഭുതകരം, അതിശയകരമാകുന്ന ഈ വെളിപ്പാടുകൾക്കായി ദൈവത്തെ നന്ദിയോടുകൂടി 92 പറയുന്നു, നിന്റെ വാർദ്ധക്യ കാലത്ത് യു വിൽ ബി ഫ്രഷ് ആൻഡ് യു വിൽ ഫ്ലറിഷ്. മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചു. ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കനാൻ ദേശം കാണാൻ വേണ്ടി കയറി പോകുമ്പോൾ വീൽ ചെയറിലല്ല പോകുന്നത്, നടന്നു കയറുക. ഇന്ന് പോയാൽ പോലും പിസ്കയുടെ മുകളിൽ സാധാരണ ആരോഗ്യമുള്ളവർക്ക് നടന്നു കയറാനൊക്കത്തില്ല. ആരോഗ്യം പോട്ടെ പാസ് ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, അവിടെ സ്പെഷ്യൽ വണ്ടികളാണ് ഓടുന്നത്. സാധാരണ നമ്മൾ യാത്ര ചെയ്ത് വരുന്ന ബസ് കയറുന്നില്ല, അത് വലിപ്പ നിയന്ത്രണമാണ്. പക്ഷെ അവിടെ വളരെ പവറുള്ള വാഹനങ്ങളാണ്, അത്രയും സ്ട്രെയിനിലത് കയറുകയാണ്. മാത്രമല്ല പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് കണ്ടത് കണ്ണാടിയുള്ള മോശമല്ല, അതെ, സ്വന്തം കണ്ണുകൊണ്ട് കാണുക. 120-ാമത്തെ വയസ്സിൽ
ക്വാളിറ്റി ഓഫ് ലൈഫ്. നിങ്ങൾ ഗ്ലോറിയുടെ റിലത്തിലാകുന്നുവെങ്കിൽ, ഗ്ലോറിയുടെ പ്രതലത്തിൽ നിങ്ങളായിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിക്കുവാൻ ഭയങ്കരമായിട്ട് പാസ്റ്റർ. ആമേൻ. ഗ്ലോറിക്കകത്ത് ലൈഫാണ് പാസ്റ്റർ. ബിക്കോസ് ഐ എം ബിലീവിങ് ഗ്ലോറി ഈസ് ഓൾവേസ് ഇക്വേറ്റഡ് വിത്ത് ലൈറ്റ്. ഇപ്പോൾ പാസ്റ്റർ നേരത്തെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്കുക. ലൈറ്റിൻ്റെ അകത്ത് ഡാർക്ക്നെസ് ഇല്ല. ഡാർക്ക്നെസ് ഉള്ളിടത്ത് ലൈഫില്ല. ലൈറ്റ് ഉള്ളിടത്ത് ലൈഫുണ്ട്. അപ്പോൾ ലൈറ്റും ലൈഫും തമ്മിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ അപ്പോസ്റ്റലന്മാരെ കുറിച്ച് പഠിച്ചു. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ബൈബിളിലുള്ള 3 അപ്പോസ്റ്റലന്മാർ, പത്രോസ്, യോഹന്നാൻ, പൗലോസ്. പക്ഷെ പത്രോസ് പറയുകയാണ്, കർത്താവ് യേശു ക്രിസ്തു എന്നോട് ഇറങ്ങി വന്ന് പറഞ്ഞു, ഇറ്റ് ഇസ് ടൈം ഫോർ മീ ടു ഡിപ്പാർട്ട്. അപ്പോൾ ഗ്ലോറിക്കകത്ത് ദേ ആർ ഹാവിങ് കൺട്രോൾ ഓവർ ദെയർ ടൈം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പത്രോസ് 16 ഭടന്മാരുടെ ഇടയിൽ കിടക്കുമ്പോൾ കിടന്ന് ഉറങ്ങുക. നമ്മളതിന് പല ഇന്റർപ്രിറ്റേഷൻസ് പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് യാതൊരു ഭയവുമില്ല. ബിക്കോസ് ഹി നോസ് ദാറ്റ് ഹി ഈസ് ലിവിങ്, ബിക്കോസ് കർത്താവ് പറഞ്ഞിട്ടില്ല സമയമായെന്നുള്ളത്. പൗലോസിൻ്റെ കാര്യത്തിലോ ഹി ഈസ് നോട്ട് സ്കേർഡ്. കപ്പൽ ചെയ്താൽ പാമ്പ് കടിക്കുന്നു. കാരണം പൗലോസ് തിമോഥെയോസിന് എഴുതുന്നു, ഇപ്പോൾ ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ എൻ്റെ ഓട്ടം ഓടിത്തേക്ക് ഇനി. സോ ഹി ന്യൂ ദാറ്റ് ഇറ്റ് ഇസ് ഡൺ. അവർക്ക് അവരുടെ സ്പിരിറ്റിൻ്റെ മേൽ കൺട്രോൾ ഉണ്ട്. സ്റ്റീഫൻ പറയുകയാണ്, ഐ എം സീയിങ് ജീസസ്, ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നതാണെന്ന്, ഗ്ലോറിയെ കാണുന്നു. എന്നിട്ട് സ്റ്റീഫൻ പറയുക, ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ് ഇൻ യുവർ ഹാൻഡ്. അവരുടെ സ്പിരിറ്റിൻ്റെ മേൽ അവർക്ക് കൺട്രോൾ, ഒരു ഹയർ റെലം ഓഫ് ഇതാ. യോഹന്നാൻ എവിടെ കൊണ്ടിട്ടിട്ട് മരിക്കുന്നില്ല. സോ ഓൾ ദീസ് എക്സാമ്പിൾസ് ഇൻ ദ ബൈബിൾ ആർ പ്രൂവിങ് that 93-ാമത്തെ വയസ്സിലും യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ശാരീരിക ക്ലേശങ്ങളൊന്നുമില്ല. കാണുന്ന മുഴുവൻ മഹത്വം. അത്ഭുതകരം. ആമേൻ. ഈ ഒരു നിലവാരത്തിലുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ വെളിപ്പാടുകൾ ഉന്നതമാകുന്നു. ഇത് സ്വീകരിക്കുകയും ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഗുണനിലവാരം വർദ്ധിക്കുവാൻ പോകുകയാണ്. ഡ്യൂറബിലിറ്റി ഉണ്ടാകുവാൻ പോകുന്നു. ദീർഘായുസ്സുകൊണ്ട് കർത്താവ് തൃപ്തി വരുത്താൻ പോകുകയാണ്. എന്ന് പറയുന്നത് വരെ കർത്താവ് നമുക്ക്. അപ്പോൾ ചിലർ ചോദിക്കും, അത് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത്? പക്ഷെ നമ്മൾ നിത്യജീവൻ അനുഭവിച്ചിട്ടാണോ നമ്മളിത് പ്രസംഗിക്കുന്നത്? നോ, we are preaching it by faith, because one day we will experience it. Amen. So I'm believing we need to preach glory. We need to preach what life can be inside the glory. Amen. And that is when it will start manifesting in the church. Amen. Hallelujah. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഈ സന്ദേശം നിങ്ങൾ സ്വീകരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ തേജസ്സിൽ ലഭ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ഒരു പകർച്ച ഇപ്പോൾ സംഭവിക്കും. പ്രത്യേകിച്ച് തേജസ്സിൽ ലഭ്യമായിരിക്കുന്ന സൗഖ്യത്തിന്റെ ഒരു പകർച്ച ഇപ്പോൾ സംഭവിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സെക്ഷനിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അങ്ങയുടെ സഭ അറിയേണ്ട ഒരു ടോപ്പിക്കാണ് ഞങ്ങൾ പറഞ്ഞത്. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ ഗ്ലോറി. കർത്താവേ, ഞങ്ങൾ ബൈബിളിൽ കാണുന്നു, ഹബക്കുക്ക് 2:14 പരിശുദ്ധാത്മാവ് ഹബക്കുക്കിലൂടെ പ്രവചിച്ചു, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആ ഗ്ലോറിയുടെ പരിജ്ഞാനം ഭൂമി മുഴുവൻ നിറയും. സങ്കീർത്തനം 72:19 ദാവീദ് പ്രാർത്ഥിച്ചു. തൻ്റെ അവസാനത്തെ പ്രാർത്ഥന, മരണത്തിന് മുൻപുള്ള അവസാനത്തെ പ്രാർത്ഥന. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് പറയുന്നത്. താൻ പ്രാർത്ഥിച്ചത് തൻ്റെ മക്കൾക്കോ രാജ്യത്തിനോ സ്വയത്തിനോ വേണ്ടിയല്ല. താൻ പ്രാർത്ഥിച്ചു, ഭൂമി മുഴുവൻ അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയണം എന്ന് പ്രാർത്ഥിച്ചല്ലോ. യെശയ്യാവ് 6:3 ഇന്നും കർത്താവേ, ഞങ്ങൾ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുമ്പോഴും സിംഹാസനത്തിലിരിക്കുന്ന ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നത് 2 സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, പരിശുദ്ധൻ 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 എന്ന് ദൂതന്മാർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ തൊട്ടടുത്ത് ദൂതന്മാർ തമ്മിൽ പറയുന്നു, ഭൂമി മുഴുവനും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് നിറയുമെന്നല്ല, നിറഞ്ഞിരിക്കുന്നു. സ്വർഗം പ്രവചിക്കുന്ന ശബ്ദം കർത്താവേ ഒരു തലമുറ ഏറ്റെടുക്കട്ടെ, ആ തലമുറ വിശ്വസിക്കട്ടെ, ആ തലമുറ പ്രഖ്യാപിക്കട്ടെ, അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ പട്ടണങ്ങളിൽ, ഞങ്ങളുടെ ദേശത്തിൽ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയാൻ പോകുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ മഹത്വത്തിനകത്ത് അങ്ങ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. പുതിയ നിയമത്തിൽ കർത്താവേ, അങ്ങ് 5 ബൈബിൾ പറഞ്ഞല്ലോ, ഈ മഹത്വത്തിന്റെ ധനം നിങ്ങളിലേക്ക് തരുമെന്നുള്ളത്. ആ 5 മഹത്വത്തിന്റെ ധനവും കർത്താവ് യേശു ക്രിസ്തുവേ ഇപ്പോൾ ഈ ഓൺലൈനിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും റിലീസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് സൗഖ്യം റിലീസ് ചെയ്യും, അത് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ശക്തിയെ റിലീസ് ചെയ്യും, അത് തേജസ്സിന്റെ ധനത്തിൽ നിന്നും ലഭ്യമാകുന്ന സൂപ്പർ നാച്ചുറൽ സപ്ലൈ റിലീസ് ചെയ്യും, അതിന്റെ അകത്ത് ലവ് റിലീസാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
കർത്താവെ അതിൻ്റെ അകത്ത് ഡിവൈൻ നേച്ചർ റിലീസ്ഡ് ആകുമല്ലോ. അതിപ്പോൾ തന്നെ സംഭവിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു ഈ തേജസ്സിന്റെ റെവലേഷനിൽ ജീവിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ച് ദ്രവിച്ചു പോകുന്നു എന്നല്ല, നാൾക്കുനാൾ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത് പോലെ തന്നെ കർത്താവെ പുറമേയുള്ള മനുഷ്യനിലും ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു സീസണിലേക്ക് എല്ലാ അൺവാണ്ടഡ് ഹാർട്ട് അറ്റാക്കുകൾ, പ്രത്യേകിച്ച് ദൈവദാസന്മാരെ അറ്റാക്ക് ചെയ്യുന്ന ഹാർട്ട് അറ്റാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകുന്നതിനോട് സ്തോത്രം. ദൈവദാസന്മാരെ അറ്റാക്ക് ചെയ്യുന്ന ന്യൂറോ ഇഷ്യൂസ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നത് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരുടെ മേൽ പ്രത്യേകിച്ചൊരു സൗഖ്യം ഇപ്പോൾ ഗ്ലോറിക്കകത്ത് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് കൊണ്ടുപോകണമേ. യേശുവിന്റെ അതേ പ്രതിരൂപമായി അങ്ങ് മാറ്റണമേ. ഈ ഗ്ലോറിയുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ പട്ടണം അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയണം കർത്താവെ. ഈ ഭൂമിയിൽ അന്ധകാരം മൂടും, ജാതികൾ കൂരിട്ട് മൂടുമെന്ന് ബൈബിൾ യെശയ്യാ 60:2 പറയുന്നു. പക്ഷെ ഞങ്ങളുടെ മേലോ ദൈവത്തിന്റെ മഹത്വം ഉദിക്കും. ആ മഹത്വത്തിൽ ജീവിക്കുവാൻ സഹായിക്കും. അപ്പോൾ കർത്താവെ ജാതികൾ ആ പർവ്വതത്തിലേക്ക്, ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് ഒഴുകി വരുന്ന ഉണർവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിക്കണം. ഗ്ലോറി പ്രീച്ചേഴ്സിനെ എഴുന്നേൽപ്പിക്കണം, ഗ്ലോറി മാനിഫെസ്റ്റേഴ്സിനെ എഴുന്നേൽപ്പിക്കണം, ഗ്ലോറി കാരിയേഴ്സിനെ എഴുന്നേൽപ്പിക്കണം. ഗ്ലോറിയസ് റിവൈവൽ ഉണ്ടാകട്ടെ. അത് ഗ്ലോറിയസ് ചർച്ചിനെ റെഡിയാക്കട്ടെ. കർത്താവ് വേഗം വന്ന് ഗ്ലോറിയസ് ചർച്ചിനെ ചേർക്കും. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. 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 താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. മറന്നു പോകരുത്, ഈ എപ്പിസോഡ് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ദയവായി നിങ്ങളെ ഓർപ്പിക്കുന്നു. ഗോഡ് ബി വിത്ത് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.